ജീവിതത്തിൽ ഏറ്റവും വലിയ അബദ്ധമാണ് നമ്മൾ കാണിച്ചത്. അങ്ങനെ എനിക്ക് തോന്നുന്നത്. എനിക്ക് കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല. കരയരുത്. കരഞ്ഞാ ഞാനും കരയും. വേണമെങ്കിൽ 2500 രൂപ ദിവസം ഞാൻ അങ്ങോട്ട് കൊടുക്കായിരുന്നു. ഞാൻ 3000 വെച്ച് കൊടുക്കായിരുന്നു. ഈ ഷൂട്ടിംഗ് ഒന്ന് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. അതെ, ഈ മെഗാ സീരിയൽ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കാൻ വല്ല മാർഗമുണ്ടോ? അതിന് റേറ്റിംഗ് എന്നുള്ള സംഗതി കുറയണം. അതെനിക്കറിയാം. റേറ്റിംഗ് കുറയാൻ വേണ്ടി 101 രൂപ ഞാൻ നേരത്തെ നേർന്നിരിക്കുക. റേറ്റിംഗ് കൂടാൻ പ്രൊഡ്യൂസർ 1001 രൂപ നേർച്ച ഇട്ട് കാണും. ദൈവവും കാശ് കൂടുതൽ കൊടുക്കുന്നവന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് മറിയ ചേട്ടത്തിയെ പോയി കാണാം. കണ്ട് കാല് പിടിക്കാം. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണല്ലോ. നമ്മൾ വിചാരിക്കും പോലെ കാര്യങ്ങൾ നിക്കത്തില്ല കേട്ടാ. ഇനിയിപ്പോ ഞാനൊരു മാർഗം പറയാം. കുഞ്ഞും സതിക്കുഞ്ഞും കൂടെ ഒരാളെ കാണണം. ആരെ? നിന്ന് മോങ്ങാതിങ്ങി വന്ന്. ഇപ്പൊ സമയമായി. രക്ഷിക്കാനോ? ഞാനോ? അതൊക്കെ രക്ഷകന്റെ ഡ്യൂട്ടി അല്ലയോ കൊച്ചേ. ഞാനൊരു പാവം മറിയ ചേട്ടത്തി. അയ്യോ അങ്ങനെ പറയല്ലേ ചേട്ടത്തി. മറിയ ചേട്ടത്തിക്ക് ഈ ആപത്തിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞങ്ങളുടെ വീട്ടില് ഞങ്ങൾ അന്യരായി ചേട്ടത്തി. ഇന്നലെ 12 മണി വരെ ഉറക്കം തൂങ്ങിയിരുന്നു. അവസാനം ഒന്ന് അകത്ത് കയറാൻ പോയപ്പോ അസിസ്റ്റന്റ് ഡയറക്ടർ ഇറക്കി വിട്ടു. അത് ഫീൽഡ് ആണെന്ന്. പാവം കരയാതെ മറിയ ചേട്ടത്തി ഒരു മാർഗം കണ്ടുപിടിച്ചു തരും. കേട്ടോ മറിയ ചേട്ടത്തി, മിനിഞ്ഞാന്ന് ഷൂട്ടിംഗ് നടക്കുകയായിരുന്നേ. ഷൂട്ടിംഗ് കാണാൻ 2-3 ബന്ധുക്കൾ വന്നിരുന്നു. എന്നെ ആ മുറി നിറക്കി വിട്ടിട്ട് വേറെ മുറി പോവാൻ പറഞ്ഞ് നമ്മുടെ ഗസ്റ്റിന്റെ മുമ്പിൽ വെച്ച് നമ്മളെ കൊച്ചാക്കാന്ന് പറഞ്ഞ. പോട്ടെ, മറിയ ചേട്ടത്തി ഒരു പരിഹാരം ഉണ്ടാക്കി കരയണ്ട. ദേ ചേട്ടത്തി ഇപ്പൊ തന്നെ ഫുഡ് ചില ദിവസം നമ്മൾ ചെന്ന് വാങ്ങിക്കേണ്ടി വരുന്നല്ലേ. ഇന്നലെ തന്നെ പാഴ്സല് അത് തുറന്നു നോക്കിയപ്പോഴേ അയ്യോ അയ്യോ പാവം എന്റെ വിശ്വേട്ടൻ വീട്ടിൽ കയറിയിട്ട് ദിവസങ്ങളായി. നരേട്ടനെ പോലെ തന്നെ. ദേ കൊച്ചുകളെ, ഇതിലിപ്പൊ ന്യായം സീരിയലുകാരുടെ ഭാഗത്തല്ലയോ? അവരാദ്യമേ ഉള്ള കാര്യം തുറന്നു പറഞ്ഞതല്ലയോ? അവര് പറഞ്ഞത് നേരാ. ദൃശ്യമാധ്യമം എന്നൊക്കെ പറഞ്ഞാ അതൊരു കൂട്ടായ്മയാ. ഒരുപാട് പേര് ജോലി എടുക്കുന്ന ഒരു സംരംഭമാണ്. 1-2 പേര് കാണിക്കുന്ന കുരുത്തക്കേട് കാരണം സീരിയലുകാരെ മൊത്തം സംശയദൃഷ്ടിയോടെ കാണുന്നുണ്ട് ആൾക്കാര്. അതുകൊണ്ടാ അവര് കാര്യങ്ങൾ വ്യക്തമായും സത്യസന്ധമായും നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അവര് പറഞ്ഞ കരാറൊന്നും അവര് ലംഘിച്ചിട്ടില്ല കൊച്ചുങ്ങളെ. അല്ല എന്ന് പറഞ്ഞ നിസാരമായൊരു കാര്യം ചേട്ടത്തി. ആ കൊച്ചു പ്രേമസാറിനോട് ഒരു കോമഡി പറഞ്ഞിട്ട് പുള്ളിക്ക് പറയാൻ വയ്യ. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് മറ്റാരും ആയിരുന്നെങ്കിലേ കോമഡി ആയിരിക്കില്ല, നല്ല 1-ാം തരം തെറിയായിരുന്നേനെ കേൾക്കുന്നത്. സ്വസ്ഥമായിട്ട് ജോലി ചെയ്യാൻ സമ്മതിക്കാത്തത്. മറിയ ചേട്ടത്തി നോക്കണം, സീരിയലുകാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കേൾക്കാനല്ല ഞങ്ങള് വന്നത്. ന്യായം സംസാരിക്കുവാണേൽ അവരുടെ ഭാഗത്ത് സംസാരിക്കണം. നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല. പക്ഷേ എനിക്കൊരല്പം സഹതാപമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ഇടപെടാം. മതി, അത് മതി. മറിയ ചേട്ടത്തി പറഞ്ഞ അവര് കേൾക്കും. ഞാൻ പറഞ്ഞില്ലേ മറിയ ചേട്ടത്തി നമ്മുടെ കൂടെ കാണും. എന്തുവാടേ കാണിക്കുന്നത്? വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ഒന്ന് പോടോ. ഈ വീടിന്റെ അവസ്ഥ കണ്ടില്ലേ മറിയ
അന്ന് ഞാൻ ഷൂട്ടിംഗ് കാണാൻ വന്നപ്പോഴുള്ള അതേ അവസ്ഥ തന്നെയാ ഇപ്പോഴും ഉള്ളത്. അവസ്ഥ മാറിയതേ ലീലാവതിക്കാ. ആദ്യത്തെ ത്രില്ലൊക്കെ അങ്ങ് പോയി യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. അപ്പോഴാ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് കാണാൻ തുടങ്ങിയത്. ഇതുവരെ കളിയായിരുന്നു. പറ്റിപ്പോയി ചേട്ടത്തി, പറ്റിപ്പോയി. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കുഞ്ഞിനെ രക്ഷിക്കണം. എന്തു സാധനം എടുത്ത് ദൂരോട്ട് കളാ അതൊക്കെ. ആരൊക്കെയാ? വന്നട്ടെ ഇരിക്കണം. കണ്ടോ മറിയ ചേട്ടത്തി, സ്വന്തം വീട് പോലെ ഇങ്ങോട്ട് വിളിക്കുന്നേ. ഒന്ന് മിണ്ടാതിരിക്കണ്ട ലീലാവതി. കൊച്ചുപ്രേമൻ സാറേ, ഈ ലീലാവതിയും സതിയും ഒരു വലിയ പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. സാർ ഒന്ന് സഹായിക്കണം. മനസ്സിലായില്ല. പറയാം. അയ്യോ ചേട്ടത്തി, അതിപ്പോ ഒന്നാമത് മെഗാ സീരിയലാ. അതെ, പക്ഷേ ജീവിതം മെഗാ സീരിയൽ അല്ലല്ലോ സാറേ. കുറച്ചു കാലം, വളരെ കുറച്ചു കാലം. അല്ല, തെറ്റ് ഇവരുടെ ഭാഗത്ത് തന്നെ, സമ്മതിക്കുന്നു. പക്ഷേ സാർ ഇവരുടെ ഭാഗത്ത് നിന്ന് കൂടി ഒന്ന് ചിന്തിക്കണം. അതിപ്പോ നടക്കുകയില്ലയൊന്നും അറിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. സാറ് വിചാരിച്ചാ നടക്കും. സീനിയർ ആയിട്ടുള്ള ഒരാളല്ലയോ. ഞാനും കൂടി ഒന്ന് പറയാം. എന്താ സൗകര്യം ഇത്? സത്യത്തിൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായതല്ലാതെ ഞങ്ങൾ നിങ്ങളെ ഒരു വിധത്തിലും ശല്യപ്പെടുത്തിയിട്ടില്ലല്ലോ. ഒക്കെ ശരി തന്നെ സാർ. പക്ഷേ ഷൂട്ടിംഗ് സീരിയൽ എന്നൊക്കെ കേട്ടപ്പോ അതൊരു രസകരമായ സംഭവം, ഒത്തിരി കാശൊക്കെ കിട്ടും, അങ്ങനെ ഞങ്ങൾ കരുതിയത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. 5 പൈസ പോലും മുടങ്ങിയിട്ടില്ലല്ലോ. അതെ, പക്ഷേ മൊത്തത്തില് ഒരു ഒരു ഇപ്പൊ മനസ്സിലായല്ലോ ഞങ്ങൾ ഇതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്നവരുടെ ബുദ്ധിമുട്ട്. ഷൂട്ടിംഗ് നടക്കുന്നത് കാരണം നിങ്ങൾക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയില്ല. ഈ ഷൂട്ടിംഗ് നടത്തുന്നത് ഞങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടാണല്ലോ. പിന്നെ ലൊക്കേഷനിലെ പ്രശ്നങ്ങൾ, ഓരോ ആരോപണങ്ങൾ, കിംവദന്തികൾ, കെട്ടുകഥകളൊക്കെ. ഇപ്പതേ ഞാനും മായയും കൊണ്ടൊന്ന് ചിരിച്ചതിന് നിങ്ങളൊരു കഥയുണ്ടാക്കി. 4-5 ദിവസം കൂടെ കഴിഞ്ഞാൽ പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതാണ് കഥ. ഇനിയിപ്പോ കുറച്ച് നേരത്തെ മാറ്റാം. സീരിയലുകളിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് കഥ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ കഥയ്ക്ക് നിങ്ങൾ കാരണം മാറ്റം വരുത്തേണ്ടി വന്നിരിക്കുകയാണ്. ഇതുപോലെ 100 ഘടകങ്ങളുണ്ടാവും ഓരോ സീരിയലിനും മാറ്റങ്ങൾ വരുത്താൻ പ്രേരിപ്പിക്കുന്നതായിട്ട്. എന്നാ പിന്നെ ഈ സീരിയൽ അങ്ങ് നിർത്തിയേക്കണം. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. ആ, ജീവിതം പകുതിയിൽ അവസാനിപ്പിക്കോ, അതോ വിട്ടുവീഴ്ചകളിലൂടെയും പ്രതിസന്ധിയെ നേരിട്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുമോ? അല്ല, അതിപ്പോ ഈ കലയും ജീവിതവും എന്നൊക്കെ പറയുന്നത് കലയും ജീവിതവുമാണ്. രണ്ടും രണ്ട്. കല കലയ്ക്ക് വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു. കല ജീവിതത്തിന് വേണ്ടിയാണെന്ന് ചിലർ കാണുന്നു. ചില കലാകാരന്മാർക്ക് ജീവിക്കാനും കലയെ ആശ്രയിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. അതവന്റെ ആഹാരമായിരിക്കും. ആഹാരത്തിന് വേണ്ടി കലയെ എങ്ങനെയെങ്കിലും വളച്ചൊടിക്കണമെന്നല്ല, അത് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഇപ്പോൾ സീരിയൽ, നിരവധി സാങ്കേതിക പ്രവർത്തകർ, അഭിനേതാക്കൾ, അവരുടെയൊക്കെ ജീവിതവും കൂടിയാണിത്. അത് ഇട്ടെറിഞ്ഞു പോകാൻ പറ്റില്ല. ഏതായാലും ഞങ്ങൾ കഥ മാറ്റാം. കലയ്ക്ക് ദോഷം വരുത്താതെ കഥ മാറ്റാം. അല്ല സാർ, ഒരു സംശയം. ഇനിയിപ്പോ എങ്ങനെയാ കഥ മാറുന്നത്? അത് സസ്പെൻസ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും സീരിയൽ കാണില്ലല്ലോ. ഷൂട്ടിങ്ങാര് പോയിട്ടും നാത്തൂന്റെ വിഷമം മാറിയില്ല. സത്യത്തെ നമ്മൾ അവരെ ഇറക്കി വിട്ടതുപോലെ ആയില്ലേ എന്നൊരു കുറ്റബോധം. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ലീലാവതി ചേച്ചി. നമുക്ക് ബുദ്ധിമുട്ട് തോന്നി മാറാൻ പറഞ്ഞു. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 2-3 ദിവസവും സമയം പോയത് അറിഞ്ഞില്ല. മൊത്തം ഒരു ഓളമായിരുന്നു. പ്രൊഡക്ഷൻ ചാപ്പാട് അടിച്ച് തടി ഒരല്പം കൂടി. അവിടെ സതി ചേച്ചി വൈകുന്നേരം മുതൽ ഉറക്കം തുടങ്ങിയതാ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ കഴിഞ്ഞ് എനിക്കും നരേട്ടനൊരു യാത്ര പോണ്ടതാ. മറ്റന്നാൾ മുതൽ ശാരദ സുഗുണ വീടിന്റെ ഇൻചാർജ്. തന്നെ. പോട്ടാ. Good night. വാ സുനേട്ടാ. മോളെ, നമ്മുടെ ജീവിതേ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ അല്ലേ ശകുന്തളെ? അതെ, അതാ ഞാനും ആലോചിക്കുന്നത്. അന്യ വീട്ടിൽ വന്ന് അകപ്പെട്ട് തിരികെ പോവാൻ സാധിക്കാതിരിക്കുക. എന്നെങ്കിലും ഒരിക്കൽ ഞങ്ങൾ ഇവിടുന്ന് പോകും, ഞാനും സുഗുണേട്ടനും. അത് തീർച്ചപ്പെടുത്തി. അതെ, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. അതിന് ചിലപ്പോ 10-30 വർഷം വേണ്ടി വന്നേക്കും. നിങ്ങൾ ഭാഗ്യമുള്ളവരാ. 30 വർഷം കഴിയുമ്പോ ഇറങ്ങിപ്പോവൂല്ലോ. ഞങ്ങൾ പിന്നെയും കുറേ കാലം നിൽക്കേണ്ടി വരുന്നാ തോന്നണേ. അല്ല,
നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളും തീ നിന്നേക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു കമ്പനിക്ക്. നാത്തൂന്റെ ഏട്ടന്റെ മുഖത്ത് നോക്കി ഞങ്ങൾ എന്നാ പോവാന്ന് എങ്ങനെ പറയും? അതാ വിഷമം. ഇപ്പൊ ഞങ്ങളിവിടെ ഉള്ള ബലത്തിലാ അവര് കറക്കൊക്കെ കറങ്ങുന്നേ. ഇപ്പൊ തന്നെ ഇതാ നാളെ ഏതോ ബന്ധുവീട്ടിൽ പോവാ. നാളത്തെ വീട്ടിലെ പൂർണ്ണ അധികാരികൾ ഞങ്ങളാ, ഞാനും സുഗുണേട്ടനും. എടി ഇന്നത്തെ ദിവസം ഞാൻ ആഘോഷിക്കും ശാരദ, ആഘോഷിക്കും. എടി ഇന്ന് ഈ വീടിന്റെ ഫുൾ ചുമതല നമുക്കല്ലേ? എന്താ ശാരദ, എന്താ എന്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ. എന്താ? എടി അളിയനും ചേട്ടത്തിയും കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് രാത്രി 10 മണിക്കല്ലേ വരൂ. അതിന് അതായത് ഏകദേശം 12 മണിക്കൂർ നേരം ഈ വീടിന്റെ സമ്പൂർണ്ണ അവകാശം നമുക്ക് രണ്ടുപേർക്ക് മാത്രം. ശാരദ, ഈ 12 മണിക്കൂർ കൊണ്ട് നമുക്ക് കുറച്ച് ചക്രം ഉണ്ടാക്കിയാലോ? എടി നോക്ക്, ഇപ്പോ കേരളത്തിലുണ്ടല്ലോ ടൂറിസത്തിന്റെ ചാകര കാലമല്ലേ. വേണ്ട സിറ്റിയിലൊക്കെ ഉണ്ടല്ലോ വീടിന്റെ ഒരു ഭാഗം ലോഡ്ജായിട്ട് മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതായത് ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് കുറച്ച് സമയം സ്റ്റേ ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകാൻ ലോഡ്ജിനെ പോലെ തന്നെ വീടുകളും ഒരുക്കിയിടുക. ഹോം സ്റ്റേ എന്നാണ് അറിയപ്പെടുന്നത്, ഹോം സ്റ്റേ. നമുക്ക് ഒരു ദിവസത്തേക്ക് ഈ വീടിനെ ഹോം സ്റ്റേക്ക് കൊടുത്താലോ? സുഗുണേട്ടൻ നടക്കുന്ന ആര് വലുതും പറഞ്ഞു. നടക്കുന്ന കാര്യം തന്നെ ഞാൻ പറഞ്ഞത്. ദാ നോക്ക്, ഞാൻ ഇപ്പൊ ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങുന്ന ഏതെങ്കിലും മര്യാദക്കാരനായ ഇച്ചിരി പ്രായമായ ഡീസന്റ് ആണെന്ന് കാഴ്ചയിൽ തോന്നിപ്പിക്കുന്ന ആരെങ്കിലും നമ്മൾ ചാക്കിടുന്നു. എടി ലോഡ്ജ് എടുക്കാനോ മറ്റുള്ള ഒരുക്കുവാണെങ്കിൽ ഞാൻ ഈ ഹോം സ്റ്റേയുടെ കാര്യം പറയുന്നു. വൈകുന്നേരം 6 മണിക്ക് വെക്കേറ്റ് ചെയ്യും എന്നുള്ള അഗ്രിമെന്റിൽ ഒരാളെ സെറ്റപ്പ് ആക്കുന്നു. സുഗുണേട്ടാ, ഏട്ടൻ നാത്തൂന് ഇതെങ്ങനെ അറിഞ്ഞാ നമ്മളെ കൊന്നു കുഴിച്ചു മൂടും. അതിനവരെ അറിഞ്ഞിട്ട് വേണ്ടേ? എടി ചുറ്റുപാടുള്ളവരോട് എന്റെ അമ്മാവനാണെന്ന് ഞാൻ പറയുന്നു. ഒരു കള്ളം. നോക്ക്, ആഭ്യന്തര ടൂറിസം പച്ച പിടിക്കാൻ നമ്മളാലാവുന്ന ഒരു സേവനമാണിത്. വൈകുന്നേരം തന്നെ മടങ്ങുന്ന ആൾക്കാരെ കിട്ടുക എളുപ്പമാണോന്നാണോ? എടി സെക്രട്ടേറിയറ്റിലും മറ്റും കാര്യങ്ങൾ സാധിക്കാൻ വരുന്നവരുണ്ട്. രാവിലത്തെ വണ്ടിക്ക് വരും, രാത്രി വണ്ടിക്ക് മടങ്ങും. ഏത് നമുക്ക് അങ്ങനെയുള്ളൊരു ടൂറിസ്റ്റിനെ ചാക്കടാ. എടി ദണ്ട വൈകുന്നേരം ആവുമ്പോ ഉണ്ടല്ലോ മിനിമം 1000 രൂപയെങ്കിലും നമുക്ക് ചാർജ് ചെയ്യാം. ടൂറിസം വളരട്ടെ ശാരദേ, ആഭ്യന്തര ടൂറിസം വളരട്ടെ. എനിക്കെന്തോ കേട്ടിട്ട് അത് ടൂറിസത്തിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കാന്നുള്ള പേടിയാണ്. നീ എന്നോട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നാ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റ്. ഏതായാലും ഞാൻ ആ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ചെല്ലട്ടെ. മഴ തുടങ്ങിയ വിരുന്നുകാര വന്നത്. ഹലോ, ഗുഡ് മോർണിംഗ്. മഴയത്ത് രാവിലെ കൊടയും പിടിച്ച് വായി നോക്കാൻ ഇറങ്ങിയിരിക്കല്ലേ? കളവ എന്റെ വായിരിക്കണമല്ലോ. എന്റെ ഒരു ബന്ധു വരണം, വിളിക്കാൻ പോവുകയാണ് ഞാൻ. അതാരാടെ നിന്റെ ബന്ധുവാൻ വിധിക്കപ്പെട്ട ഹതഭാഗ്യവാൻ? അത് ചിലപ്പോ മൂത്ത ചേട്ടൻ, ചിലപ്പോ അമ്മാവൻ, അല്ലെങ്കിൽ അപ്പൂപ്പൻ. ആളിനെ കണ്ടാലേ അറിയാൻ പറ്റൂ ഏത് ബന്ധുവാണെന്ന്. പോട്ടാ. ഇവനിതെന്ത് പറ്റി? ഹലോ, ആ നാത്തൂനോ? എന്താ നാത്തൂനെ? സന്ധ്യക്ക് മുമ്പ് എന്നെ മടങ്ങുന്നോ? ഊണും ഇവിടെ വന്ന് കഴിക്കുന്നുള്ളൂന്നോ? അയ്യോ നാത്തൂനെ, വല്ലപ്പോഴും കൂടി ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയതല്ലേ, താമസിച്ച് വന്നാ മതി. ഞങ്ങൾക്ക് ധൃതിയില്ല. അവിടെ ഊണും വർത്താനൊക്കെ പറഞ്ഞേ ഭക്ഷണമൊക്കെ കഴിച്ചേ ഒരു 10 മണി കഴിഞ്ഞ് വന്നാ മതി. അത് അല്ല, അതെ. ഹലോ ഹലോ, അശു, ദൈവമേ, സുഗുണേട്ടൻ ടൂറിസ്റ്റിനെ കിട്ടരുതേ. ലോഡ്ജുകളിൽ താമസിച്ച് ഞാൻ മടുത്തു. ഇട്ടാവട്ടത്തിനൊരു മുറി, ഒരു TV, കുടിക്കാനൊരു ജാറിൽ വെള്ളം, 2 ഗ്ലാസ്, തോർത്തെന്ന പേരിൽ ടവലും, ലോഡ്ജിന്റെ പേരെഴുതിയ മൂക്കുപൊടി പോലത്തെ ഒരു സോപ്പ്, ഒരേ കാറ്റഗറി. ലോകത്തിലുള്ള സകല ലോഡ്ജുകളും ആത്യന്തികമായി ഒരേ പാറ്റേണാ. സത്യം പറഞ്ഞ അതുകൊണ്ടാ അനിയം എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേഞ്ച് ആയി കളയാം എന്ന് കരുതിയത്. ഹോം സ്റ്റേകൾ അല്ലെങ്കിൽ സ്റ്റേ ഹോമുകൾ, ആ കൾച്ചർ നമ്മുടെ നാട്ടിലും വർദ്ധിപ്പിച്ചെടുക്കണം. വ്യത്യസ്ത കാഴ്ച, വ്യത്യസ്ത രുചി, വ്യത്യസ്ത അന്തരീക്ഷം, നല്ല കസ്റ്റമേഴ്സ്, അതാണ് നമ്മുടെ ലക്ഷ്യം. ചിലര് പറയും 1000 തരാം, 10000 തരാം, പക്ഷേ മദ്യപിക്കണം, ചീട്ട് കളിക്കാൻ അനുവദിക്കണം. ആ ടൈപ്പിനൊന്നും ഞാൻ പഠിച്ചവിട്ടിക്കത്തില്ല. കൈകൂട്. ആർത്തി പണ്ടാരമില്ലാത്ത ആദർശ ശുദ്ധിയുള്ള ഒരു മുതലാളിയെ ഞാൻ ആദ്യം കാണുക. വെൽക്കം ഗോഡ്സ് ഓൺ കൺട്രി. അടുത്ത് തന്നെ വരൂ.
come on, sir. Come on, come on. അതല്ല ദാ ഇത് അതാന്നോ എന്റെ മനസ്സിലുണ്ടായിരുന്ന പിക്ചർ അങ്ങ് പോയല്ലോ. ഗുഡ് കോമഡി. വരൂ. ഇതാണോ ചേട്ടനോ മൂത്തളിയനോ ചിറ്റപ്പനോ എന്നറിയാൻ പറ്റാത്ത ഒരാള്? സാറിങ്ങനെ അല്പം വട്ടാണ്, പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് പറയും. സാറ് കാര്യം വെക്കണ്ട. പരിചയപ്പെടുത്തിട്ട് പോരെ. എന്നാ പിന്നെ ഒന്ന് പരിചയപ്പെടുന്നു. അതൊക്കെ പിന്നെ ആദ്യം സാറ് കുളിച്ച് ഫ്രഷ് ആവണം. കമോൺ സാർ, വരൂ. പിന്നെ കാണാം. എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് തോന്നുന്നല്ലോ. കമോൺ പ്ലീസ്, വെൽക്കം. ശാരദേ, ആദ്യമായിട്ട് എണ്ണ തേച്ചൊരു കുളി, കയ്യൂന്നിട്ട് കാച്ചി എണ്ണ. എവിടെ എണ്ണ? എവിടെ ബെഡ്റൂം? എവിടെ ബെഡ്റൂം? ശാരദ, ഇതാണ് ഗസ്റ്റ്. സാധാരണ വീടിന്റെ ഒരു പോർഷനിലായിരിക്കും ഗസ്റ്റുകൾ. ഇതിപ്പോ മെയിൻ റൂമിൽ തന്നെ. കൊള്ളാം. എവിടെ എണ്ണ? എവിടെ കയ്യൂന്നിട്ട് കാച്ചത്? വായിക്കാൻ ഇംഗ്ലീഷ് പത്രം. അതാണ് അതിന്റെ മുറി. കൊള്ളാം. അലേണ്ടി വന്നില്ല. ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോ തന്നെ ആളിനെ കിട്ടി. ഫുഡിനും രാത്രി 8 മണി വരെ അക്കോമഡേഷനും കൂടി 750 രൂപ തരും. ബിസിനസ് കൊള്ളാം കേട്ടോ. അളിയനും ചേട്ടത്തി ഇല്ലാത്ത എല്ലാ ദിവസങ്ങളിലും നമുക്കിത് വെച്ച് നടത്തണം. നാത്തൂന് നരേട്ടനെ വൈകിട്ട് 6 മണിക്ക് മുമ്പ് ഇങ്ങോട്ട് മടങ്ങി. അയ്യോ സാറേ, ഞാൻ ആ മുറിയിലല്ലേ കിടക്കാൻ പറഞ്ഞത്. ആ മുറി എനിക്ക് പറ്റത്തില്ല. കാറ്റും മടിച്ചൊന്നും കിടക്കത്തില്ല. അയ്യേ, ഇതൊക്കെ എന്തോന്ന്? എനിക്ക് പ്ലെയിൻ കടലിൽ കിടക്കണം. നടുവേദന. ഈ വെറ്റേക്ക് തന്നെ എനിക്ക് പറ്റുന്നില്ല. ഇതൊക്കെ എടുത്ത് മാറ്റണം. എന്നെ എവിടെ? എവിടെ? അല്ല സാർ, ഇവിടെ ചെക്കൗട്ട് ടൈം വൈകിട്ട് 4 മണിക്കാ. രാത്രി 8 മണിക്കെന്ന് ഞാൻ ഓർമ്മിക്കാതെ പറഞ്ഞതാണ്. 4 മണിക്ക് മുമ്പായിട്ട് പോയി തരണേ. ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്താ മാവ ഇങ്ങനെ നോക്കണേ? അതാരാ?